ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് CM കിഡ്സ് സ്കോളർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ LSS എന്നാണ് ഈ ഒരു എക്സാം ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അറിയപ്പെടുന്നത് CM കിഡ്സ് സ്കോളർഷിപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ്. ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൺ എന്താ ചെയ്യുക? റൈസസ് ആണ് അവിടെ വരിക കേട്ടോ. റൈസസ്. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആക്കുക. നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഞാനിവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല ആൻസർ ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്നാണ് വരിക. ഡാഷ് ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ ഫില്ലപ്പ് ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് വേർഡ്. കറക്റ്റ് വേർഡ് ചൂസ് ചെയ്യുക. ഷീ ഡാഷ് എ സോങ് ബ്യൂട്ടിഫുള്ളി. എന്താ ചെയ്യുക? സിങ് ഉണ്ട്, സിങ്സ് ഉണ്ട്, സിംഗിങ് ഉണ്ട് ഓപ്ഷനായിട്ട്. അപ്പോൾ ആൻസർ എന്താ വരിക? സിങ്സ് എന്നാണ് വരിക കേട്ടോ. ഷീ ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വരിക? സിങ്സ് എന്നാണ് വരിക. ഷീ സിങ്സ് എ സോങ് ബ്യൂട്ടിഫുള്ളി. അടുത്തൊരു ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഓപ്പോസിറ്റ് ഓഫ് ഹാപ്പി ഈസ് ഡാഷ്. ഹാപ്പിയുടെ ഓപ്പോസിറ്റ് എന്താണ്? സാഡ്. ഉത്തരം സാഡ്. സാഡാണ് ഹാപ്പി. ഇങ്ങനെ ഓപ്പോസിറ്റ് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒരുവിധം വേർഡിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഓപ്പോസിറ്റ് ഓഫ് ഹാപ്പി ഈസ് ഡാഷ്. ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആൻസർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. സാഡ്. മേക്ക് എ സെൻറ്റൻസ് യൂസിങ് ദ വേർഡ് ട്രീ. ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ എന്ത് പറയാം? എ ട്രീ ഗീവ്സ് അസ് ഷെയ്ഡ്. ട്രീ നമുക്ക് എന്ത് തരും? ഷെയ്ഡ് തരും അല്ലേ? എ ട്രീ ഗീവ്സ് അസ് ഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അമ്മ. ഇനി മലയാളത്തിലാണ്. അമ്മ എന്ന വാക്കിൻ്റെ ബഹുവചനം അമ്മമാർ. അമ്മ എന്ന വാക്കിൻ്റെ ബഹുവചനം. ഉത്തരം വരുന്നത് അമ്മമാർ. അമ്മ എന്ന വാക്കിൻ്റെ ബഹുവചനം അമ്മമാർ. വെളിച്ചം എന്ന വാക്കിൻ്റെ വിരുദ്ധ പദം ഏത്? അതായത് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വെളിച്ചം എന്ന വാക്കിൻ്റെ വിപരീതം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് ഉത്തരം? ഇരുട്ട്. ആൻസർ വരുന്നത് ഇരുട്ട്. ഒരു വാക്യം എഴുതുക. പൂവ്. പൂവിനെ പറ്റി ഒരു വാക്യം എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പൂവ് മനോഹരമാണ്. പൂവ് മനോഹരമാണ്. അപ്പോൾ ആൻസർ നോട്ട് ചെയ്യുക കേട്ടോ. പൂവ് മനോഹരമാണ്. ഒരു വാക്യം എഴുതുക. പൂവിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പൂവ് മനോഹരമാണ്. അപ്പോൾ ആൻസർ ഇങ്ങനെ വാക്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ എഴുതാം. അടുത്തത് നമുക്ക് കണക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 125 + 75 എത്രയാണ്? 125 + 75. അപ്പോൾ നിങ്ങൾ സൈഡിൽ പോയിട്ട് ക്രിയ ചെയ്യണം. ഇതൊക്കെ ചെയ്യാനുള്ള ക്ലാസ്സസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ആൻസർ 200. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ പഠിച്ചിട്ട് വേണം LSS എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷൻസ് കറക്റ്റായി തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. 10 × 6 എത്രയാണ്? 60 ആണ് കേട്ടോ. 10 × 6 60 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഗുണനമെല്ലാം പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ആയിരത്തിൽ നിന്ന് 375 കുറച്ചാൽ എത്ര? 1000-ൽ നിന്ന് 300. അപ്പോൾ മൈനസ് ചെയ്യേണ്ടതാണ്. സബ്സ്ട്രാക്ഷൻ ആണ്. ഉത്തരം വരുന്നത് 625. നിങ്ങൾ സൈഡിൽ പോയിട്ട് 1000 - 375 ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. എന്നാലാണ് ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. 1000-ൽ നിന്ന് 375 കുറച്ചാൽ എത്ര? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്താ ഉത്തരം വരിക? 1000 മില്ലിമീറ്റർ. ഇപ്പം നമ്മൾ സെൻറ്റിമീറ്ററിൻ്റെ കാര്യമാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ മില്ലിമീറ്ററിൻ്റെ കാര്യം കൂടി ഒന്ന് പഠിച്ച് വയ്ക്കുക കേട്ടോ.
അടുത്തത് രവി ഹാസ് 12 പെൻസ്. രവിക്ക് 12 പെന്നുണ്ട്. ഹി ബൈസ് 8 മോർ പെൻസ്. 8 പേന കൂടുതൽ വാങ്ങി. ഹൗ മെനി പെൻസ് ഡസ് ഹി ഹാവ് നൗ. ഇപ്പം അവൻ എത്ര പെന്നുണ്ട്? 12 + 8 അല്ലേ. അപ്പോൾ 20 പെൻസ്. മൊത്തം 20 പെൻസാണ് രവിക്കുള്ളത്. രവി ആദ്യം 12 ഉണ്ടായിരുന്നു, പിന്നെ 8 എണ്ണം കൂടുതൽ വാങ്ങി, 8 എണ്ണം കൂടുതൽ വാങ്ങി. അപ്പോൾ ടോട്ടൽ 20. അടുത്തത് EVSൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഗ്യാസ് ഈസ് നീഡഡ് ഫോർ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിന് വേണ്ട ഗ്യാസ് ഏതാണ്? ഓക്സിജൻ. ഓക്സിജൻ ആണ് ബ്രീത്തിങ്ങിന് വേണ്ട ഗ്യാസ്. വിച്ച് ഗ്യാസ് ഈസ് നീഡഡ് ഫോർ ബ്രീത്തിങ്. ഓക്സിജൻ. നെയിം വൺ ഡൊമസ്റ്റിക് എനിമൽ. ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് എനിമലിൻ്റെ പേര് പറയുക. കൗ. കൗ ആണ് ഡൊമസ്റ്റിക് എനിമൽ. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതിട്ടോ. നമുക്ക് ഗോട്ട് പറയാൻ വേണമെങ്കിൽ, ബഫല്ലോ പറയാം. അപ്പോൾ നമ്മൾ നെയിം വൺ ഡൊമസ്റ്റിക് എനിമൽ കൗ പറയുന്നു. വാട്ട് ഡു പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ഫുഡ്. റൈറ്റ് എനി വൺ. പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഘടകം ഏതെങ്കിലും ഒരെണ്ണം പറയാനാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? സൺലൈറ്റ് പറയാം അല്ലേ. നമ്മൾ 2-3 പഠിച്ചു വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പറയാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് പറയാം? സൺലൈറ്റ്. വിച്ച് സെൻസ് ഓർഗൻ ഹെൽപ്പ് അസ് ടു സീ. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൻസ് ഓർഗൻ ഏതാണ്? ഐസ്. ഉത്തരം ഐസ്. ഐസ് ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൻസ് ഓർഗൻസ്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ്? ന്യൂഡൽഹി. ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ്? GK ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ വരുന്നത് ന്യൂഡൽഹി. ആൻസർ നോട്ട് ചെയ്യുക, ന്യൂഡൽഹി. GK ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ആയിട്ടുള്ള LSS 2026 ചെക്ക് ചെയ്തിട്ട് ഒന്ന് കാണുക കേട്ടോ. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എ വീക്ക്. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എ വീക്ക്. അപ്പോൾ ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമാണ് ഉള്ളത്. അതുപോലെ നമുക്ക് എത്ര മന്ത്സ് ഉണ്ട്? 12 മന്ത്സ്. അതുപോലെ എല്ലാം ഫസ്റ്റ് മന്ത് ജാനുവരി, ലാസ്റ്റ് മന്ത് ഡിസംബർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവാട്ടോ. വിച്ച് ഈസ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ ബേർഡ് ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പക്ഷി, നാഷണൽ ബേർഡ് പീക്കോക്ക്. ദേശീയ പക്ഷി വരുന്നത് മയിലാണ് കേട്ടോ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? ജൂപ്പിറ്റർ. ഏറ്റവും വലിയ ഗ്രഹം അല്ലേ. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ. അപ്പോൾ അതിന് ആൻസർ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. ആൻസർ ജൂപ്പിറ്റർ. നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ്. ജസ്റ്റ് നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക ഏകദേശം. ഇനി ഇത് കൂടാണ്ട് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാവും. അത് നമ്മൾ വേറെ പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ഏകദേശം ഓരോ സബ്ജക്റ്റിൽ നിന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്നാണ് നമ്മളിതിലൊന്ന് കാണിച്ച് തന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.